നോൺ വെജ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് മീനച്ചാറ്. അപ്പോൾ മീനച്ചാറിൽ തന്നെ ഏറ്റവും രുചികരമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ചാള അച്ചാർ. ചാളച്ചാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ണാനായിട്ട് വേറെ ഒരു കറിയും വേണ്ട, അത്രയ്ക്ക് രുചിയാണ് നമ്മുടെ ചാളച്ചാറിന്. അതായത് ഒരു ഒന്നൊന്നര രുചിയാണെന്ന് പറയാം. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചാള നന്നാക്കി എടുത്തതിന് ശേഷം കട്ട് ചെയ്യുക, എന്നിട്ട് അതിൽ ഉപ്പും പിന്നെ വിനാഗിരിയും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയിൽ വറുത്തെടുക്കുക, നല്ല എണ്ണയിൽ വറുത്തെടുക്കുക. വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇട്ട ഉടനെ തന്നെ കുത്തിയിളക്കാനൊന്നും പാടില്ല. കുറച്ച് നേരം കിടന്നതിന് ശേഷം വേണം അത് തിരിച്ചും മറിച്ചിടാനായിട്ട്. അതുപോലെ തന്നെ നല്ല കിലോ വറുത്തെടുക്കണം, അതായത് നന്നായിട്ട് വറുത്തെടുക്കണം എന്നർത്ഥം. കാരണം കേടായാതിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വറുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ആ ഒരു സെഷൻ കഴിഞ്ഞു. പിന്നെ എന്താണെന്ന് വെച്ചാൽ എണ്ണയിൽ, അപ്പോൾ നല്ല എണ്ണയിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളി, വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും പിന്നെ ഒരു കാര്യം കേട്ടോ, അതായത് നമ്മുടെ മീൻ വറുത്തില്ലേ, ആ മീൻ വറുത്ത് ബാക്കി എണ്ണ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്യാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇഞ്ചിയേക്കാൾ കൂടുതലായിട്ട് വെളുത്തുള്ളി നിൽക്കണം. നമ്മളെപ്പോഴും മീനച്ചാറിൽ ശ്രദ്ധിക്കാനുള്ളത് അതാണ്. ഇറച്ചിയാണ് അച്ചാറിടുന്നതെന്ന് വെച്ചാൽ എന്തുണ്ടാവണം, വെളുത്തുള്ളിയേക്കാൾ കൂടുതൽ ഇഞ്ചി നിൽക്കണം. അപ്പോൾ ഇതാണ് എന്നതിലും ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെ പിന്നെ കറിവേപ്പില അരിഞ്ഞാണ് ചേർക്കുന്നത്, നല്ലൊരു ഫ്ലേവറാണ് ഇങ്ങനെ ചേർക്കുമ്പോഴേ. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബ്രൗൺ നിറാവൊന്നും വേണ്ട കേട്ടോ, ഒന്ന് വെന്ത് കിട്ടണം, വേവ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് നിറം മാറും. ആ നിറം മാറി തുടങ്ങുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെളുത്തുള്ളിയും ഇഞ്ചിയും സംഭവങ്ങളൊക്കെ വാട്ടിയെടുക്കേണ്ടത്. എന്നാൽ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം വേണം പൊടികളൊക്കെ ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഒരു 5-10 സെക്കൻഡ് കേട്ടോ, 10 സെക്കൻഡിൽ കൂടരുത്, ലോ ഫ്ലെയിമിൽ. എന്നിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുക. അങ്ങനെ വിനാഗിരി തിളയ്ക്കണം. വിനാഗിരി തിളച്ച് വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. കാരണം വിനാഗിരി പുളിയുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം, നമ്മുടെ ചാളയുണ്ടല്ലോ കിലുകിലാ വറുത്തെടുത്തത്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കായപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അധികം നേരം തീ വെക്കരുത്, ഓഫ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് സെറ്റ് ആവണം, അതായത് ഒന്ന് തണുത്ത് ആറണം. തണുത്താറിയതിന് ശേഷം മാത്രം കുപ്പികളിൽ, അതായത് വെള്ളമയം ഒട്ടുമില്ലാത്ത കുപ്പികളിൽ വേണം ഇത് വെക്കാനായിട്ട്. അങ്ങനെ ഇത് തീരെ പാടില്ല, ഇത് വെയിലത്ത് വെച്ച് ഉണക്കണം കുപ്പികൾ. അങ്ങനെ അതിൽ അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2-3 കുപ്പികളിലാക്കി വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിച്ചൊരു കുപ്പിയിലാക്കുമ്പോൾ അത് പെട്ടെന്ന് നമ്മൾ കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2-3 കുപ്പികൾ ചെറിയ കുപ്പികളിലാക്കിയിട്ട് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. നമ്മൾ എടുക്കുന്ന കുപ്പി മാത്രം പുറത്തെടുത്ത് വയ്ക്കുക. മറ്റു 2 കുപ്പികൾ 2 ദിവസത്തിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക. പിന്നെ എപ്പോഴും എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ സ്പൂൺ കഴുകിയിട്ട് അങ്ങനെ തന്നെ അതിലിട്ട് കോരരുത്. തീരെ വെള്ളമയമില്ലാത്ത സ്പൂൺ ഉപയോഗിച്ച് വേണം അച്ചാർ എടുക്കാനായിട്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കിയല്ലോ, അച്ചാറിന് ഇത്തിരി വെള്ളം കുറവാണ് അല്ലേ. അപ്പോൾ വെള്ളം വേണമെന്നുള്ള ഒരു തിളപ്പിച്ചാറ്റിയ വെള്ളം അതിൽ ചേർക്കാം. പക്ഷേ എളുപ്പത്തിൽ കേട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. അതിലേക്കും ബൈ.